ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വീണ്ടും മുകളിലത്തെ കിച്ചണിൽ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് കൂടുതലായിട്ടും സമ്മറിന് പറ്റിയ കാര്യങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കി കാണിക്കേണ്ടത്. അതിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ധാരാളമായിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്ന സമയമാണ്. ഒരുപാട് ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കണം നമ്മളുടെ ശരീരത്തിന്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുന്നുണ്ടല്ലോ എല്ലാവരും. അപ്പോൾ വെറുതെ വെള്ളം കുടിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ജ്യൂസൊക്കെ കുടിക്കണം തോന്നും. പിന്നെ അതുപോലെ ഇപ്പം അതിഥികൾ വീട്ടിൽ വന്നാൽ അവർക്ക് കൊടുക്കണം അല്ലേ, വീട്ടിൽ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയെല്ലാം നോക്കുമ്പോൾ നമ്മളുടെ വീട്ടിൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ജ്യൂസ് അടിച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ, കുറേ ഫ്രൂട്ട്സൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാം. ഒന്നും വേണ്ട, ഒരു നാരങ്ങ ഉണ്ടെങ്കിൽ പോലും നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുക്കുക. എങ്കിലും പണ്ടൊക്കെ ആണെങ്കിൽ സ്ക്വാഷൊക്കെ വാങ്ങി നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുക. ആരെങ്കിലും വരികയാണെങ്കിൽ സ്ക്വാഷ് ഇച്ചിരി വെള്ളത്തിൽ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ആ പതിവൊക്കെ കുറവാണ്. നല്ല റെഡിമെയ്ഡായിട്ട് ഇപ്പോൾ രസ്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. എങ്കിലും നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ സ്ക്വാഷ് ഉണ്ടാക്കിയാൽ അത് നല്ലതല്ലേ. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഒരു സ്ക്വാഷ് ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ ഇതൊരു പൈനാപ്പിൾ സ്ക്വാഷാണ് ഞാൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത്. പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു സീസണൽ ഫുഡാണോ എന്നൊന്ന് ചോദിച്ചാൽ അല്ല. ഇത് ത്രൂ ഔട്ട് ഇയർ കിട്ടുന്നൊരു കാര്യമാണ് പൈനാപ്പിൾ. വർഷത്തിൽ എല്ലാ സമയത്തും കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഒരു 2 പൈനാപ്പിളാണ് ഫുള്ള്. ഏകദേശം ഒരു 2.5 കിലോ ഉണ്ടാകും. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അതും ഇത് എളുപ്പമാണ് കേട്ടോ, വേറെ വലിയ പ്രോസസ്സിംഗ് ഒന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ആദ്യത്തെ കാര്യം അരച്ചെടുക്കുക. അരച്ചിട്ട് പിന്നെ അരിക്കണം. അത് തോർത്ത് വെച്ചിട്ട് തോർത്തിൽ കൂടി അരിച്ച് അതിൻ്റെ മട്ടിയെല്ലാം മാറ്റിയിട്ട് ചാറ് മാത്രം എടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ അരച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പൈനാപ്പിളിലേക്ക് എല്ലാം കൂടി ചേർത്തൊരു 3/4 കപ്പ് വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ഇച്ചിരി കൂടി ചേർക്കാം. അത് 2-3 പ്രാവശ്യമായിട്ടല്ലേ ഞാൻ അരയ്ക്കുന്നത്. അപ്പോൾ ആ 3 പ്രാവശ്യമായിട്ട് 1/4 കപ്പ് അങ്ങനെ ആയാലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്യും. പൈനാപ്പിൾ ജ്യൂസ് അടിക്കലാണ് ആദ്യത്തെ പരിപാടി. അറിഞ്ഞല്ലോ, അതിന് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടുമല്ലോ. പൈനാപ്പിൾ ജ്യൂസ് ഓൾവേസ് ഈസി. അല്പം കൂടി ഉണ്ട്, അതും കൂടി അരച്ചെടുക്കാം. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ പൈനാപ്പിൾ 2 വലുത് 2.5 കിലോളം വരും. അത് അരച്ചെടുത്തു. ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് അരച്ചത്. ഇനി ഇതൊരു അരിപ്പയിലൂടെ, അരിപ്പാന്ന് പറഞ്ഞാൽ നമ്മളൊരു തോർത്ത്, ഇതൊരു പുതിയ തോർത്താണ്. ഇത് ഞാൻ കഴുകി എടുത്തതാണ്, വാഷ് ചെയ്ത്. പിന്നെ അടിയിൽ ഞാനൊരു നെറ്റ് പോലെ ഒരു കാര്യം, ഇതെങ്കിലും അരിപ്പ വയ്ക്കുക. എന്നിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു കാര്യം വെച്ചിട്ട് ഇനി ഇതിനകത്തുകൂടി ഒഴിച്ചിട്ട് നമുക്ക് അരിക്കാം. അങ്ങനെ പിഴിഞ്ഞെടുത്തു തോർത്തിൽ കൂടി. കാണുന്നുണ്ടല്ലോ, തോർത്ത് പിഴിയുന്ന പോലെയാണ് പിഴിയുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഭാഗം എത്തി, അതിൻ്റെ മട്ടി എടുക്കുന്ന ഭാഗം. മട്ടി മീൻസ് അതിൻ്റെ കുത്താണ്. നമുക്ക് ചാറ് മാത്രമല്ലേ ആവശ്യമുള്ളൂ. ഓക്കെ, ഓൾമോസ്റ്റ് ഡൺ. ഞാൻ കാണിച്ചു തരാം. ആ തോർത്ത് തുറന്ന് നോക്കുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് നോക്കിക്കോളൂ. നമുക്ക് നോക്കാമല്ലോ എന്താണത്. ഈ കരിമ്പിൻ ചണ്ടി മാതിരി. ഇത് പൈനാപ്പിളിൻ്റെ ചണ്ടിയാണ്, ഒന്നുമില്ല. ജ്യൂസെല്ലാം പോയിട്ടുള്ള അതിൻ്റെ കൊത്താണ്. ഓക്കെ, ഇത് നമ്മൾ കളയുന്നു. ഇത് നമുക്ക് ആവശ്യമില്ല, ജ്യൂസ് മാത്രം മതി. ജ്യൂസ് ഇവിടെ ഓക്കെ. ഇപ്പോൾ 2.5 കിലോ ഉള്ള എല്ലാം കൂടി ചേർത്ത് 2.5 കിലോ ഉണ്ടായിരുന്നു. 2 പൈനാപ്പിൾ ഏകദേശം 1 കിലോളം ചാറുണ്ടാവും. ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളുടെ പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി. പിന്നെ എന്താ, പഞ്ചസാര 1.5 കിലോ. ഞാൻ അളവ് എത്താണ്ടിരിക്കാൻ അത് 1.5 കിലോ ആയിട്ട് തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 കൂടി ചേർത്തിട്ടൊന്ന് തിളപ്പിക്കണം. ഒരു 10 മിനിറ്റ് സമയമാണ് തിളപ്പിക്കേണ്ടത്. ഓക്കെ, തിള വന്നു കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ്സ് അടുപ്പ് വെക്കും. ഇതാണ് നമ്മുടെ ശുദ്ധമായ പൈനാപ്പിൾ ജ്യൂസ്. കുറച്ച് പതയൊക്കെ ഉണ്ടാകും, പക്ഷെ ആ പതയെല്ലാം നമ്മളിനി വെട്ടി മാറ്റും. തിള വന്നു കഴിഞ്ഞിട്ട്
ഇനി അതിനകത്തേക്ക് 1.5 കിലോ പഞ്ചസാര. ഇത്രയും പഞ്ചസാര എന്തിനാണെന്ന് ചിലപ്പോൾ തോന്നും, പക്ഷേ ഇത് സ്ക്വാഷാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇത് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതൊരു ഗ്ലാസ്സിൽ 1/4 ജ്യൂസും ബാക്കി വെള്ളവും ചേർത്തല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് അതിനകത്തേക്ക് വെള്ളം ചേർക്കുക, ഈ പഞ്ചസാര ചേർക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയാണ് നമ്മൾ അളവായിട്ട് ചേർക്കുന്നത്. പഞ്ചസാര എല്ലാം അലിയും, ഒരു കുഴപ്പമില്ല. അലിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൂടി കൂടും. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് വന്നിട്ട് തിളച്ച് തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ്സ് തിളപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ പത പോലെയൊക്കെ ഇങ്ങനെ പൊങ്ങി വരും, കുറച്ച് പത. ആ പത വേണ്ടാത്ത പത ഇങ്ങനെ പഞ്ചസാരയെല്ലാം അഴുക്ക് പോലെ വരില്ലേ, അതാണ്. അപ്പോൾ അത് നമ്മൾ ശർക്കര ഉരുക്കുമ്പോൾ വരുന്ന പോലെ ആ പത നമ്മളിങ്ങനെ ഒരു സ്പൂൺ കൊണ്ടെടുത്ത് മാറ്റണം. അത്രയേ ഉള്ളൂ. ഇപ്പം തന്നെ അലിഞ്ഞു തുടങ്ങി. നോക്കിയേ, ഇപ്പോൾ പഞ്ചസാര കംപ്ലീറ്റ് അലിഞ്ഞു കഴിഞ്ഞു. പക്ഷെ തിള വന്നിട്ടില്ല. തിള വരാൻ ഇനിയും ഒരല്പം സമയം കൂടി വേണം. ആകാറായി കേട്ടോ. തിള വന്നു കഴിഞ്ഞിട്ടാണ് 10 മിനിറ്റ് തിളപ്പിക്കേണ്ടത്. പിന്നെ ഇതിൽ അത് കഴിയുമ്പോൾ ഇപ്പം തന്നെ പത ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വീഴില്ല, അതിങ്ങനെ കുറച്ചുകൂടി നല്ല കാര്യമായിട്ട് വരും. അന്നേരം അതാണ്, ആ പതയാണ് വെട്ടി മാറ്റേണ്ടത്. ഒരു കാലത്ത് ഒന്ന് ഓർമ്മിച്ച് നോക്കുക. എനിക്ക് തോന്നുന്നു ഇപ്പോഴല്ലേ നമുക്ക് ടാങ്, റസ്ന, പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ സാഷേസിൽ ഇങ്ങനെ ഓരോ ജ്യൂസിൻ്റെ പൗഡേഴ്സ് കിട്ടും കലക്കി കുടിക്കുന്നു ഇപ്പോൾ. പക്ഷെ പണ്ടൊക്കെ സ്ക്വാഷ് എന്ന് പറഞ്ഞൊരു സാധനം എല്ലാ വീടുകളിലും പതിവായിരുന്നു. അത് സ്റ്റോക്കാണ്, ഗസ്റ്റ് വന്നാൽ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ സമയത്തൊക്കെ വീട്ടമ്മമാരെല്ലാം സ്ക്വാഷ് ഉണ്ടാക്കാൻ പഠിക്കുന്നത്, ജാം ഉണ്ടാക്കാൻ പഠിക്കുന്നത്, അതൊക്കെ ഭയങ്കര ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് വിചാരിച്ചിരുന്നത്. ഈ എന്താ പറയുക, കാനിങ് സെൻറ്റേഴ്സൊക്കെ ഉണ്ട് ഇത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ. വളരെ അപൂർവമായിട്ട് സിറ്റീസിലൊക്കെ ഉണ്ട് എങ്ങനെ സ്ക്വാഷ് ഉണ്ടാക്കാം, എങ്ങനെ ജാം ഉണ്ടാക്കാം. അപ്പോൾ അവിടെയൊക്കെ പോയി പഠിക്കാറുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു സന്തോഷമാണ് ആ ഒരു പീരീഡിൽ. പക്ഷേ ഇപ്പോൾ ഈ സ്ക്വാഷിനൊന്നും വലിയ പ്രാധാന്യമില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ വീട്ടിൽ ഇങ്ങനെ കുപ്പിയിൽ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ. ഇത്ര പാടൊന്നും ഇല്ലയെന്ന് മനസ്സിലായില്ലേ, ഈസിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പൈനാപ്പിളിൽ കാണിക്കുന്നത്, ഇങ്ങനെ പല പല ഫ്രൂട്ട്സിലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി, ഈസിയാണ്. മാംഗോ സ്ക്വാഷ് ഉണ്ടാക്കാം. അത് സീസണലായിട്ടാണ് ചെയ്യേണ്ടത്. ഏത് ഫ്രൂട്ടാണോ നിലവിൽ ഏറ്റവും ലാഭത്തിന് കിട്ടുന്നത്, ഗ്രേപ്സോ എന്തെങ്കിലും, ഓരോ സമയത്ത് ഓരോന്നാണല്ലോ, അതാണ് നമ്മൾ ചെയ്യാനായിട്ട് നോക്കേണ്ടത്. തിളച്ചിട്ടില്ല, തിള വരാറാകുന്നു. സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പതഞ്ഞു വരുന്നുണ്ട് തിളയുടെ ഒരു ആരംഭം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് നോക്കൂ. ഇതിന് സത്യം പറഞ്ഞാൽ നല്ലൊരു നാച്ചുറൽ യെല്ലോ കളറുണ്ട്. ഇതിലിനി കളറ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ഒരു കളറും കൂടി, യെല്ലോ ഫുഡ് കളറും കൂടി ചേർക്കുമ്പോഴാണത് ഒറിജിനൽ കളർ പോലെ ആകുന്നത്. ഈ കുപ്പിയിൽ വാങ്ങാൻ കിട്ടുന്ന പോലെ ആകും. ഇത് നമ്മൾ വീട്ടാവശ്യത്തിന് കളർ വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഈ ഒരു നാച്ചുറൽ കളർ മതിയെന്ന് തീരുമാനിക്കുക. ഇപ്പം നല്ല തിള വന്നു. ഞാനപ്പോൾ ഇച്ചിരി തീ അല്പം കുറച്ചു കളയാണ്ടിരിക്കാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ്. ഇതിപ്പോൾ ഈ അടുപ്പിലിരുന്നിട്ട് ഇങ്ങനെ പൊങ്ങി മുകളിലേക്ക് വരുന്നു. അത് കാരണം ചെറിയ തീയിലിട്ടിട്ടും ശരിയാവുന്നില്ല. അതുകൊണ്ട് ഇപ്പുറത്തെ അടുപ്പ് ഞാൻ കത്തിച്ചിട്ട് ഇങ്ങോട്ടാക്കും. ഇതിൽ ചെറിയ തീയിലിടാം. ഇത് കുറച്ച് വലിയ അടുപ്പാണ്, ഭയങ്കര ഫ്ലെയിം. അത് തീ കുറച്ചാലും ഭയങ്കര തീയാണ്. ഓക്കെ, പിന്നെ ഇതിൽ കിടക്കട്ടെ 10 മിനിറ്റ്. ഇത് ആക്ച്വലി എൻ്റെ ഒരു 3rd ബുക്കിൽ, മാജിക് അവൻ്റെ 4 ബുക്കുണ്ടല്ലോ, അതിൽ 3ാമത്തെ ബുക്കിലുള്ള റെസിപ്പിയാണ്. കുറേ വർഷം മുന്നേ ഞാൻ മാജിക് അവനിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, അതേ നടുക്ക് ഭാഗം നോക്കിക്കോളൂ. സ്ക്വാഷ് ഇങ്ങനെ ക്ലിയറായി വരുന്ന ആ കാഴ്ചയാണ്. അപ്പോൾ ഈ പതയെല്ലാം ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു സ്വന്തമായിട്ട്. അപ്പോൾ നല്ല ശുദ്ധീകരിച്ച് വരികയാണ്. ഈ പത മാറ്റി കഴിയുമ്പോൾ പ്യുവറായിട്ടുള്ള സ്ക്വാഷായിട്ട് വരും. അതിനാണ് ഒരു 10 മിനിറ്റ്സ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി ചേർക്കണം. ഇപ്പം നമുക്കൊരു സൈഡിൽ നിന്ന് പത ഇങ്ങനെ കോരിക്കളയാൻ തുടങ്ങാം. ഇങ്ങനെ സൈഡിലേക്ക് പൊങ്ങി വരുന്ന പത നമ്മൾ ഇങ്ങനെ വെട്ടി മാറ്റാം. സ്പൂൺ കൊണ്ട് കോരുന്നു. ആ നല്ല മണം വന്നു തുടങ്ങി. പൈനാപ്പിൾ സ്മെൽ, ഒരു സ്ക്വാഷിൻ്റെ മണമൊക്കെ കാണും. ഇങ്ങനെയാണ് സ്ക്വാഷ് മണക്കുന്നത്. പത മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. സ്ക്വാഷിൻ്റെ ഒന്നും നമ്മളുടെ സ്പൂണിൽ കയറുന്നില്ല. അത് അങ്ങനെ തന്നെ തിളച്ചുകൊണ്ടിരിക്കും. എന്ത് മനോഹരമായ കാഴ്ച. സ്ക്വാഷ് ഇങ്ങനെ തിളയ്ക്കുന്നു, പത ഒരു സൈഡിൽ നിന്ന് മാറ്റുന്നു. ഇനി പത അധികം വരില്ല. ഇനി പത അഥവാ കുറച്ചുകൂടി പത വരികയാണെങ്കിലും അതിങ്ങനെ നമ്മൾ സ്പൂൺ കൊണ്ട് കോരി മാറ്റിയാൽ മതി.
ഇനി വേണ്ടുന്ന കാര്യം നന്നായിട്ട് തിളയ്ക്കണം. ഇപ്പം തന്നെ ഒരു സ്ക്വാഷിൻ്റെ മട്ടൊക്കെ എത്തണയില്ലേ. ഇനി ഇത് എത്ര മിനിറ്റും കൂടി ബാക്കിയുണ്ട് ഞാൻ ഇപ്പോൾ പറയാം. ഏകദേശം 5 മിനിറ്റ്. അപ്പോൾ 5 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇനി ഒരു 5 മിനിറ്റും കൂടി തിളയ്ക്കണം. അപ്പോൾ അടുത്ത സ്റ്റേജായി. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ കടയിൽ വാങ്ങാൻ കിട്ടും. അതിൽ നിന്നും പഞ്ചസാര തരി പോലിരിക്കുക, അതിനെക്കാട്ടിലും കുറച്ചുകൂടി ചെറിയ തരിയായിട്ട്. പെട്ടെന്ന് കണ്ട ഷുഗറാണെന്നേ തോന്നുള്ളൂ. അതിൽ നിന്ന് ഒരു 3/4 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം ഇതിനകത്തേക്ക് ഇടുക. ഇത് നല്ല പുളിയാട്ടോ, സൂപ്പർ പുളി. അതാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ സിട്രിക് ആസിഡും കൂടി ചേർത്തിട്ട് 3/4 to 1 ടീസ്പൂൺ അത്ര വരെ ആകാം. അത് നിങ്ങളുടെ ഇഷ്ടം നോക്കിയിട്ട്. പുളി ആവശ്യത്തിനുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ഇച്ചിരി ആദ്യം 3/4 ടീസ്പൂൺ ഇടുക. പോരാൻ തോന്നുകയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കൂടി കൊടുത്താൽ മതി. ഇനി വീണ്ടും ഒരു 10 മിനിറ്റ്സ് തിളപ്പിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി. അപ്പോൾ ഇനിയും ഇങ്ങനെ പതവെല്ലാം വരികയാണെങ്കിൽ ഇളക്കി മാറ്റിയാൽ മതി, ഇതിനടുത്ത് മാറ്റിയാൽ മതി. ഒരു 10 മിനിറ്റ്സ് മോർ. അപ്പോൾ ടോട്ടൽ 20 മിനിറ്റാണ് നമ്മൾ തിളപ്പിക്കുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ ഐഡിയ? ഓക്കെ, അത് കഴിയട്ടെ. സിട്രിക് ആസിഡും ചേർത്ത് ഇനി വലിയ പണിയൊന്നുമില്ല. ഈ ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൽ ചേർക്കേണ്ട പ്രിസർവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ കാരണം എന്താ വെച്ചാൽ ഇത് വച്ചേക്കാനല്ലേ കുറച്ച് ദിവസം കേടാകാണ്ടിരിക്കാനായിട്ട്. ഇപ്പോൾ അച്ചാറിലൊക്കെ ചേർക്കുന്ന പോലെ സ്ക്വാഷിലൊക്കെ പ്രിസർവേറ്റീവ്സ് ചേർക്കും. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന എല്ലാത്തിലും അത് സൂക്ഷിച്ച് വയ്ക്കാനുള്ള പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. അത് ചേർക്കുകയാണെങ്കിൽ 2 കാര്യങ്ങൾ ചേർക്കണം. അത് ഈ ഒരു സ്റ്റേജ്, ഈ ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടാണ് ചേർക്കേണ്ടത്. ഇതിൽ നിന്ന് കുറച്ചൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ പൊടി അതിനകത്തിട്ട് കലക്കിയിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കും. ഇനി പ്രിസർവേറ്റീവ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് പെട്ടെന്ന് തീർക്കാനാണ് പ്ലാനെങ്കിൽ അതൊന്നും വേണ്ട. സ്ക്വാഷ് റെഡിയാക്കുക, സെറ്റ് ചെയ്യുക, തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുപ്പിയിലാക്കി സൂക്ഷിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ, സിമ്പിൾ. പിന്നെ കളർ വേണമെങ്കിൽ ചേർക്കാം. ഇതിപ്പോൾ ഈ ഒരു നാച്ചുറൽ കളർ. നമ്മളിപ്പോൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല, ഈ കളറും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടാവശ്യത്തിന് ഉണ്ടാക്കുന്നു. അത് പെട്ടെന്ന് തീർക്കാനാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുക, കുഴപ്പമില്ല. ഒരാഴ്ചയൊക്കെ കേടാകാണ്ടിരിക്കും, 1-2 ആഴ്ചയൊക്കെ ഇരിക്കും. പക്ഷേ കൂടുതൽ ദിവസം ഇരിക്കണമെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തയക്കണം എന്നുണ്ടെങ്കിലൊക്കെയാണ് പ്രിസർവേറ്റീവ്സ് വേണ്ടത്. പിന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ ബിസിനസ്സായിട്ട് ചെയ്യാനാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സ്ക്വാഷ് എല്ലാം ഉണ്ടാക്കി വിൽക്കുന്ന ഒരു കോട്ടേജ് ഇൻഡസ്ട്രി വരെ തുടങ്ങണം തോന്നുകയാണെങ്കിൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്തിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ വീട്ടാവശ്യത്തിനാണെങ്കിൽ കുഴപ്പമില്ല. ഇത് 1-2 ആഴ്ച ഫ്രിഡ്ജിനകത്തിരുന്നാലൊന്നും കേടാവില്ല. വെള്ളമൊന്നും അകത്തേക്ക് പോകാണ്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമ്മൾ കൂടെ നിന്ന് ഇളക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ വെറുതെ ഇളക്കി നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുവാണ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഇളക്കി നോക്കിയതേ ഉള്ളൂ കേട്ടോ. അത് സ്വന്തമായിട്ട് ഇങ്ങനെ തിളച്ച് കിടക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, സ്വന്തമായിട്ടിങ്ങനെ കിടന്നോളൂ. മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം. ഒരു ഫുൾ മീഡിയം അല്ല, എന്നാൽ തീരെ ലോയും അല്ല, രണ്ടിൻ്റെ ഇടയ്ക്കുള്ളൊരു ഫ്ലെയിമാണ് വേണ്ടത്. ഇതേ നോക്കി റെഡി. ഇനി ഒരു 1 മിനിറ്റിൻ്റെ കാര്യം കൂടെ ഉള്ളൂ. ഞാനിങ്ങനെ സമയം നോക്കി നിൽക്കുവാണ്. 10 മിനിറ്റ്സ് അതിമനോഹരമായി തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി ഇതിൽ കളർ ചേർക്കുന്നത് നമ്മൾ പ്രിസർവേറ്റീവും കൂടി ചേർത്തതിന് ശേഷം മാത്രം. ഓക്കെ, അപ്പോൾ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2 പൊടിയാണ്. ആ പൊടി ഇങ്ങനെ ഡയറക്റ്റ് ഇട്ടാൽ അവിടെ കട്ടായിട്ട് കിടക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഒരു ബൗളിൽ ആ പൊടി കലക്കി നന്നായിട്ട് സ്മൂത്ത് ആക്കിയിട്ട് ഇതിനകത്തേക്ക് ചേർക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ക്വാഷ് ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കണം. ഇനിയാണ് നമ്മൾ പ്രിസർവേറ്റീവ് ചേർക്കേണ്ടത്. പ്രിസർവേറ്റീവ് എന്ന് പറയുമ്പോൾ ഇത് ചീത്താകാതിരിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. നമ്മൾ കുറേ ദിവസത്തേക്ക് വെക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം, ഒരു 6 മാസത്തേക്കോ 3 മാസത്തേക്കോ ഒക്കെയാണ് സേവ് ചെയ്യുന്നത്. ഇത്രയൊന്നും നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കുമ്പോൾ അത് പെട്ടെന്ന് തീരില്ലേ, ആവശ്യം വരില്ല. പക്ഷേ ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ ആവശ്യം വരും. അപ്പോൾ ഇതിൽ നിന്നും ഈ ചൂടായി കൊണ്ടിരിക്കുന്ന ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് ഒഴിക്കാം. എന്നിട്ട് 2 കാര്യങ്ങൾ നോക്കിയേ, സോഡിയം ബെൻസോലേറ്റ് ആൻഡ് പൊട്ടാസ്യം മെറ്റാസൾഫേറ്റ്. ഈ 2 കാര്യങ്ങളാണ്. അതായത് പൊട്ടാസ്യം മെറ്റാസൾഫേറ്റും സോഡിയം ബെൻസോലേറ്റ്. ഇതൊരു പൊട്ടാസ്യം മെറ്റാസൾഫേറ്റ് ഒരു 1/4 ടീസ്പൂണും സോഡിയം ബെൻസോലേറ്റ് ഒരു 1/4 ടീസ്പൂണിൻ്റെയും പകുതി ഇട്ടാലും മതിയാവും. ഇത് 2 പ്രിസർവേറ്റീവ്. ഇത് ഈ കൂടുതലും പിക്കിള്, ജാം മുതലായ കാര്യങ്ങൾക്കാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജാംസിനൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ നല്ല കാര്യമാണ്. അച്ചാറുകൾ, ജാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ.
അപ്പോൾ ഇത് രണ്ടിൽ നിന്നും കുറേശ്ശെ എടുക്കും. ഇതിങ്ങനെ ഒരു പൊടി ബേക്കിംഗ് പൗഡർ പോലെയൊക്കെ തോന്നും കണ്ടു കഴിഞ്ഞാൽ. ഇത് നോക്കിയേ, ജസ്റ്റ് പൗഡർ, പുതിയ പാക്കറ്റാണ്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് പൊടി ഇതിനകത്തേക്ക് ഇട്ടാൽ ശരിയാവില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി കട്ട പിടിച്ച് അവിടെ ഇങ്ങനെ പൊടിയായിട്ട് കിടക്കും. അത് പാടില്ല. അതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്തിട്ട്, അപ്പോൾ പൊട്ടാസ്യം മെറ്റാബൈസൾഫൈറ്റ് ഞാനിത് കുപ്പിയിലാക്കിയിട്ടില്ല, സ്ട്രെയിറ്റ് കട്ട് ചെയ്തെടുത്താണ്. 1/4 ടീസ്പൂൺ. ഓക്കെ, ദിസ് ഈസ് 1/4, 1/4 ടീസ്പൂൺ. ഇനി വേണ്ടത് പൊട്ടാസ്യം കഴിഞ്ഞു. ഇനി അടുത്തത് സോഡിയം ബെൻസോയേറ്റ്. അതും പൊട്ടിക്കും. അത് 1/4 ടീസ്പൂണിൻ്റെ പകുതി എടുക്കും. കുറച്ചുകൂടി കുറച്ച് മതി. 1/4 ടീസ്പൂണിൻ്റെ പകുതി. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. ഇനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കും. ഇത് ഞാൻ പിന്നെ കുപ്പിയിലാക്കിക്കൊള്ളാം കേട്ടോ. ഇതിനകത്ത് തന്നെ വെച്ചേക്കില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. കണ്ടോ, കട്ടയായിട്ട് കിടക്കുന്നു. ഇതിനൊരു ടെൻഡൻസി ഇങ്ങനെയാണ്, പെട്ടെന്ന് ഇതിൻ്റെ കൂടെ ഇങ്ങനെ മിക്സ് ആവില്ല. ഇതിൽ നന്നായിട്ട് യോജിപ്പിക്കും. അപ്പോൾ നമ്മൾ പ്രിസർവേറ്റീവ് മിക്സ് ചെയ്തെടുത്തത്, അതിൽ കുറച്ച് തരികളൊക്കെ എന്തായാലും ഉണ്ടാകും. അതുകൊണ്ട് ഒരു അരിപ്പയിലൂടെ, ചെറിയ കണ്ണിയുള്ള അരിപ്പയിലൂടെ വീണ്ടും അരിച്ച് ഈ നമ്മളുടെ സ്ക്വാഷിലേക്ക് ഒഴിക്കാം. ഓക്കെ, നോക്കിക്കോളൂ. അതിങ്ങനെ കളറിങ്ങനെ ആ പൊടി ഇങ്ങനെ തരിയായിട്ട് കിടക്കും. ഇങ്ങനെ അരിച്ചൊഴിച്ചില്ലെങ്കിൽ നമ്മുടെ ആ സ്ക്വാഷിൽ ഇങ്ങനെ പൊടി കിടക്കും വൈറ്റ് കളറിൽ. അത് ഭയങ്കര അഭംഗിയായിരിക്കും. ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ല, എല്ലാം കറക്റ്റ്. നമ്മളതിങ്ങനെ ചേർത്ത് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു അരക്കപ്പിലല്ലേ മിക്സ് ചെയ്ത്, അരക്കപ്പ് തികച്ചെടുത്തില്ല. പക്ഷെ അതിങ്ങനെ ഭയങ്കരമായിട്ട് തിക്കായി കൊഴുത്ത് വന്നു. നോക്കൂ, ആ കൺസിസ്റ്റൻസി തന്നെ ഭയങ്കര ഡിഫറെൻ്റാണ്. അതുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായൊരു മാറ്റം, കുറുകി എന്ന് തന്നെ പറയാം. പക്ഷേ അല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കും. ഇനി വേറൊന്നും ചെയ്യില്ല, തീ ഓഫ് ചെയ്യാം. നന്നായിട്ട് യോജിച്ച് കിട്ടിയല്ലോ. അപ്പോൾ അതിൻ്റെ പൊടികളൊന്നും ഇങ്ങനെ കാണുന്ന രീതിയിൽ വരില്ല. തീ ഓഫ് ചെയ്യട്ടെ. ഇനി ഒരു കാര്യം കൂടി ചേർക്കാം, ഇതും ഓപ്ഷണലാണ്. എന്താണ് നമ്മുടെ കളർ? യെല്ലോ ഫുഡ് കളർ ഒരു അര ടീസ്പൂൺ ചേർക്കാം. യെല്ലോ ഫുഡ് കളർ ഒരു 1/2 ടീസ്പൂൺ വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. നാച്ചുറൽ കളർ കണ്ടല്ലോ, അതിനെക്കാട്ടിൽ കുറച്ചുകൂടി വേണം തോന്നുകയാണെങ്കിൽ ഇങ്ങനെ യെല്ലോ ഫുഡ് കളർ ചേർക്കാം. ഇപ്പോൾ നോക്കിയേ, ഞാനിതെല്ലാം കാണിച്ചു തരുന്നേ ഉള്ളൂ. ഓപ്ഷൻ നിങ്ങളുടെയാണ്, വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. ഓക്കെ, ഇപ്പോൾ ഭയങ്കര നല്ലൊരു ബ്രൈറ്റ് യെല്ലോ ആയി. മറ്റേ കുറച്ചുകൂടി ഒരു പെയിൽ യെല്ലോ ആയിരുന്നു, അത് ഒറിജിനൽ പൈനാപ്പിളിൻ്റെ കളറാണ്. ഇതിപ്പോൾ കളറും കൂടി ചേർന്ന് പൈനാപ്പിൾ സ്ക്വാഷ് റെഡി. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകും. ഇപ്പോൾ കുറച്ച് വാട്ടറി ആയിട്ട് തോന്നിയാലും തണുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുപ്പിയിലേക്ക് മാറ്റേണ്ടത്. വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതൊരു കോൺസെൻട്രേറ്റ് ആണ്. സ്ക്വാഷ് എന്ന് പറഞ്ഞാൽ ഈ പൈനാപ്പിൾ ജ്യൂസിൻ്റെ ഒരു കോൺസെൻട്രേറ്റ് വിത്ത് ഷുഗർ. സൂക്ഷിക്കാൻ വേണ്ടി പ്രിസർവേറ്റീവും കൂടെ ചേർത്തുന്നേ ഉള്ളൂ. പക്ഷേ ഈ ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 2 കുപ്പി സ്ക്വാഷൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് എത്ര ദിവസത്തേക്ക് വരും? ഒരാഴ്ച കൊണ്ട് തീരുമല്ലേ? ഗസ്റ്റൊക്കെ വരാനല്ലേ 2 ആഴ്ച. ഈ 2 ആഴ്ച പ്രിസർവേറ്റീവ് ഒന്നും വേണ്ട, ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. താഴത്തെ തട്ടിൽ ആവശ്യമുള്ളപ്പോൾ എടുക്കുക, തണുത്ത വെള്ളമായിട്ട് മിക്സ് ചെയ്ത് 1/4 കപ്പ് എടുക്കുക സ്ക്വാഷ്, 3/4 കപ്പ് ഐസ് വാട്ടറോ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇടുക. 1/2 കപ്പ് വെള്ളം ഒഴിക്കുക, പിന്നെ ഒരു 1/4 ഭാഗത്ത് ഒരു 4-5 ഐസ് ക്യൂബ്സ് ഇടുക. അപ്പോൾ നല്ല കറക്റ്റായിരിക്കും. അപ്പോൾ മോക്ടെയിൽസൊക്കെ ഉണ്ടാക്കാനും നമുക്കിത് വേണമെങ്കിൽ ഒരു സിറപ്പായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ സ്ക്വാഷ് ഈസ് റെഡി. അപ്പോൾ ഒരു കമേഴ്ഷ്യൽ വെഞ്ചറിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു വാണിജ്യ അടിസ്ഥാനത്തിൽ ഒരു കുടിൽ വ്യവസായം പോലെ ചെയ്യാൻ പറ്റും സ്ക്വാഷ് മേക്കിംഗ്. അപ്പോൾ
അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് കുപ്പിയിലേക്ക് ആക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുപ്പിയിലാക്കും. അപ്പോൾ നമ്മളുടെ സ്ക്വാഷ് നന്നായിട്ട് തണുത്ത് ഞാൻ കുപ്പിയിലൊക്കെ ഇട്ട് നോക്കിയേ. അപ്പോൾ ഇത് ശരിക്കും ഒരു തേൻ കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചുകൂടി കൂട്ടിയാൽ. അപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളമാണ് ഞാൻ ആകെ ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1.5 കപ്പ് വെള്ളം വരെ ആകാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി മാറും. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കാണിച്ചു തരാം. അല്ലേ, കുറച്ച് ഒഴിക്കുന്നു. ഒരു 1/4 കപ്പോളം ഒഴിക്കാം. എന്നിട്ട് വെള്ളം മിക്സ് ചെയ്താലോ. സ്ക്വാഷ് ഒരു ഗ്ലാസ്സിലല്ലേ നമ്മൾ കൊടുക്കുന്നത് സാധാരണ. അപ്പോൾ ഒഴിക്കുക, എന്നിട്ട് വെള്ളം മിക്സ് ചെയ്യുക. അത് തന്നെയാണ് പരിപാടി. ഇപ്പോൾ നമുക്ക് ലൈറ്റൊരു യെല്ലോ കളർ, ഇച്ചിരി മധുരം നോക്കിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെ മതി, ധാരാളം. ഇനി ഞാൻ ഇച്ചിരി സ്പേസ് ഇട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഐസ് ക്യൂബ്സ്. കുറച്ച് ഐസ് കുറവായിരുന്നു, ഉള്ള ഐസെല്ലാം എടുത്തിട്ട് വന്നു. ഇതിൽപ്പരം ഒരു റിഫ്രഷ്മെൻറ്റ് എന്താ വേണ്ടത് നമുക്ക്? വെരി നൈസ്, ചില്ലായിട്ട് കുടിക്കാം. ലൈറ്റ് മഞ്ഞ കളർ നോക്കിയേ, യെല്ലോ. യെസ്, വെരി ബ്യൂട്ടിഫുൾ. നല്ല ചൂടായിട്ട് സ്ക്വാഷ് ഉണ്ടാക്കി തണുപ്പിച്ചിട്ട് നിറച്ച് ഐസൊക്കെ ഇട്ട് നോക്കി, നല്ല ചിൽഡായിട്ട്. ആഹാ, സോ ബ്യൂട്ടിഫുൾ. ഇരിക്കുന്നതേ ഗംഭീരം. ദൈവമേ, ഈ ചൂട് സമയത്ത് ഇങ്ങനെയൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കി വെച്ചാൽ ഇതുപോലെ. ഞാനിപ്പോൾ ശരിക്കും ഒരു 1/4 കപ്പാണ് നമ്മുടെ സിറപ്പ് ഒഴിച്ചത്. ഇച്ചിരി തിക്കാണ്, ഒരു തേൻ കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് 1/4 കപ്പ് മതി. ബാക്കി 3/4 കപ്പ് വെള്ളവും ഐസും കൂടി ചേർത്ത്. നൈസ്, ഇത് ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ നമ്മളുടെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, ലക്ഷ്മി നായർ LN വ്ളോഗ്സ് ഫാമിലി ഗ്രൂപ്പ്. അപ്പോൾ അതിൽ ചേരാത്ത ആൾക്കാർ അതിൽ ചേരാൻ ഒരു പാടുമില്ല. ഫേസ്ബുക്കിൽ കയറിയിട്ട് ലക്ഷ്മി LN വ്ളോഗ്സ് ഫാമിലി ഗ്രൂപ്പ് എന്ന് മാത്രം ടൈപ്പ് ചെയ്യുക. അതിലേക്ക് കയറും, റിക്വസ്റ്റ് കൊടുക്കുക, നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ ഏകദേശം 18K ഫോളോവേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ്, മെമ്പേഴ്സ്. അപ്പോൾ അതിൽ വന്നാലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ഈ കാണുന്ന കാര്യങ്ങൾ, ഞാൻ LN വ്ളോഗ്സിൽ കാണിക്കുന്ന റെസിപ്പീസ് കൂടാതെ നിങ്ങളുടെ സ്വന്തം റെസിപ്പീസൊക്കെ അതിനകത്ത് വീഡിയോ ആയിട്ടും ഫോട്ടോസായിട്ടും ഒക്കെ ഇടാം. അപ്പോൾ എനിക്കത് കുറച്ചുകൂടി ഈസി ആയിട്ട് കാണാൻ പറ്റും. കമൻറ്റ്സ് അതിലെനിക്ക് ഇടാൻ പറ്റും. അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ അത് നോക്കുക, പറ്റുന്നവരൊക്കെ ചേരുക. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് പറയണ്ടേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ശക്തി, അതിന് സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അതിൻ്റെ ഓപ്ഷനിൽ ഓൾ എന്ന് വരും. ഓൾ, അങ്ങനെ കുറേ ഓപ്ഷൻസ്, അതിൽ ഓളും കൂടി പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.